ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയെ കീഴടക്കി സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ച ഒന്നായിരുന്നോ അതോ അപ്രതീക്ഷിതമായിരുന്നോ? അർജൻറ്റീനയുടെ തുടക്കം മുതൽ ഏതാണ്ട് സെമി ഫൈനൽ വരെയുള്ള പ്രകടനം ലോകമെങ്ങുമുള്ള ആരാധകർക്ക്, പ്രത്യേകിച്ച് അർജൻറ്റീനിയൻ ജനതയ്ക്ക് കാര്യമായ പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ മത്സരം കണ്ടവർ കണ്ടത് വേറൊരു അർജൻറ്റീനയും മറ്റൊരു സ്പെയിനെയായിരുന്നു. പൂർണ്ണമായ ആധിപത്യം സ്പെയിൻ്റേതായിരുന്നു. അർജൻറ്റീനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇതുവരെ ലോകകപ്പിൽ കണ്ട അർജൻറ്റീനയെ നമുക്ക് ഫൈനലിൽ കാണാൻ പറ്റിയില്ല. അതേസമയം ഇതുവരെ നമ്മൾ ലോകകപ്പിൽ കണ്ട സ്പെയിനിനെ അല്ല അർജൻറ്റീനയ്ക്കെതിരെ ഫൈനലിൽ കണ്ടത്. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഒരുപക്ഷെ ഈ ലോകകപ്പിലെ ഫൈനൽ തോൽവിയോടെ രാജ്യാന്തര ഫുട്ബോളിനോട് വിട പറയുമായിരിക്കാം, അറിയില്ല. കഴിഞ്ഞ ലോകകപ്പിലെ കിരീട വിജയത്തിന് ശേഷം പലരും പറഞ്ഞു ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ മെസ്സി വരില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹം ഈ ലോകകപ്പിന് വന്നു, ഫൈനൽ വരെ എത്തി. ഇനി കോപ്പ അമേരിക്കയും ലോകകപ്പും ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ആ ചർച്ച നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അപ്പോഴും അർജൻറ്റീനയുടെ ഈ ഒരു ഫൈനൽ വരെയുള്ള ചാമ്പ്യൻ കുതിപ്പിന് തടയിട്ടത് സ്പെയിനാണ്. വളരെ സൈലൻ്റായി വന്ന് ആദ്യ കളിയിൽ കാബോ വെർദയോട് ഗോൾ രഹിത സമനില വഴങ്ങി. പിന്നീട് ഓരോ കളികളിലും ഇഞ്ചിഞ്ചായി ഓരോ ടീമുകളെ കീഴടക്കി ഫൈനലിലെത്തി. അർജൻറ്റീനയെ നിലം തൊടാൻ അനുവദിക്കാതെ പിടിച്ചു കെട്ടി കിരീടം നേടി. ടോട്ടൽ പ്രഷറായിരുന്നു. ഈ പരാജയത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അർജൻറ്റീനയെ കുറ്റപ്പെടുത്താനാവില്ല. പന്ത് കിട്ടിയാലല്ലേ കളിക്കാൻ പറ്റുള്ളൂ. ഈ ഫുട്ബോളിന് ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ ഉണ്ടെന്ന് തെളിയിച്ച ടീമാണ് സ്പെയിൻ, അല്ലേ? അവരുടെ പാസുകൾ അത് ചില സമയങ്ങളിൽ അത് ട്രിഗ്നോമെട്രിയാണ്. കാരണം അതിൽ ഈ പാസുകളുടെ പോക്ക് അങ്ങനെയാണ്. ചില സമയങ്ങളിൽ അവരുടെ ബോൾ പൊസഷൻ അതൊരു മാത്തമാറ്റിക്സ് ആണ്, അതിലൊരു അല്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. ഇത്രയധികം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു സ്പെയിൻ്റെ കോച്ച് ഫിവന്തെ ഒരു അധ്യാപകനാണ്, ഒരു ഹെഡ് മാസ്റ്ററാണെന്ന്. 100% ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ലയണൽ സ്കലോനി പഠിപ്പിച്ച ടീമിനെ അദ്ദേഹം ശരിക്കും വെള്ളം കുടിപ്പിച്ചു. അതെ, തീർച്ചയായും. ഇത് ഈ ഫിയന്തയുടെ തൊപ്പിയിലൊരു അതിമനോഹരമായ തൂവലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി വിജയം കണ്ടിരിക്കുന്നു. വളരെ സ്ട്രിക്റ്റായ ഒരു ഫോർമേഷൻ സ്റ്റൈൽ പരീക്ഷിക്കുന്ന ഒരു കോച്ചാണ് അദ്ദേഹം. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരില്ല. താരങ്ങൾ മാറിയേക്കാം, പക്ഷേ ഫോർമേഷൻ മാറില്ല. അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തുടരും. ആ പാറ്റേൺ അവസാനം ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഒരു പൊസഷൻ ഗെയിമാണ് അവർ കളിക്കുന്നത്. രണ്ടാമത്തെ, അവരുടെ റിക്കവറി വളരെ ഫാസ്റ്റാണ്. പെട്ടെന്ന് എതിർ ടീമിൻ്റെ കാലുകളിൽ നിന്നും പന്ത് പിടിച്ചെടുക്കും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അർജൻറ്റീനയ്ക്ക് ഫൈനലിൽ കളിക്കാൻ സാധിക്കാതെ പോയത്. പിന്നെ അവരുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് എന്താ, ആദ്യ പകുതിയിൽ അവർക്ക് അവരുടെ സ്പെയിനിൻ്റെ ബോക്സിലേക്ക് അർജൻറ്റീനയ്ക്ക് ഒന്ന് കയറാൻ പോലും പറ്റിയില്ല. ഒരൊറ്റ തവണ പോലും കയറാൻ പറ്റിയില്ല. ഈ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗെയിം എന്ന് പറയുന്നത് വളരെ എതിരാളിയെ മനസ്സിലാക്കിയ ശേഷം ഉള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അർജൻറ്റീനയ്ക്ക് ഫ്രാൻസിനെതിരെ സെമിയിൽ നമ്മൾ കണ്ടു, ഫ്രാൻസിനെ ശരിക്കും അവർ ബുദ്ധിമുട്ടിപ്പിച്ച് കളഞ്ഞു. അതിനേക്കാൾ വേറൊരു തരത്തിൽ അർജൻറ്റീനയെ വെള്ളം കുടിപ്പിച്ചു. ഒരുപക്ഷെ സ്പെയിനിന് ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾക്ക് വിജയിക്കാമായിരുന്നു. നമ്മൾ ഇതിനു മുമ്പത്തെ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരു നല്ലൊരു അറ്റാക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഗോൾ സ്കോറിംഗ് മികവുള്ള 1-2 കളിക്കാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിലേറെ ഗോളുകൾക്ക് അർജൻറ്റീന തോൽക്കുമായിരുന്നു. ഒന്നിലേറെ, ഒരു പക്ഷേ 1/2 ഡസൻ ഗോളുകളിൽ. കാരണം 20 ഷോട്ടുകൾ ഉണ്ടായിരുന്നു സ്പെയിനിന്. അതിൽ 10 ഓൺ ടാർഗറ്റാണ്. അത് ഗോളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഗോൾ കീപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അതിൽ പലതും ഗോളാകാതെ പോയത്. അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് ഗംഭീരമായിരുന്നു ഈ മത്സരം. അതെ, ഈ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഒരു ഘട്ടത്തിൽ കളി തന്നെ സ്പെയിനും എമിലിയാനോ മാർട്ടിനസും തമ്മിൽ. അതെ, തീർച്ചയായും. അർജന്റീനയുടെ ഡിഫൻസിലെ ഒരാൾ ഒഴികെ എല്ലാ താരങ്ങളെയും പിൻവലിക്കേണ്ടി വന്നു. 3 പേരെ പിൻവലിച്ചു. അതെ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടൊരു തടസ്സം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അവർക്ക് ലൗറ്റാരോയെ തവണ സബ് ചെയ്യാൻ സാധിച്ചില്ല. അതിലും വലിയ കെണി വന്നത് എൻസോ ഫെർണാണ്ടസിൻ്റെ ചുവപ്പ് കാർഡാണ്. അത് വലിയൊരു പിഴവായിപ്പോയി. ഒരു താരത്തെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു അർജന്റീന. ഈ ഒരു തോൽവിക്ക് പിന്നിൽ അതൊരു കാരണം കൂടിയാണ്. കാരണം അവരുടെ ആ ഗോൾ ഫ്രാൻ ടോറസ് ഗോൾ നേടുമ്പോൾ ബോക്സിൽ അയാൾ മാർക്ക് ചെയ്യപ്പെടാതെ പോകാനുള്ള കാരണം അവിടെ അർജന്റീനയ്ക്ക് ഒരു പ്ലെയർ കുറവാണെന്നുള്ളതാണ്. അതെ, തീർച്ചയായും. അർജന്റീനയുടെ ലക്ഷ്യം ഷൂട്ടൗട്ട് ആയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അതെ, പക്ഷേ അത് ചെറുക്കാൻ ഒരാളുടെ കുറവ് ഉണ്ടായിരുന്നു. അർജന്റീനയിലെ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നമ്മൾ ഫൈനൽ വിലയിരുത്തുന്ന സമയത്ത് വിമർശനാത്മകമായി പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അർജന്റീന എതിരാളികളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കും. അത് ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിയാണ്. അവർ അരഗൻ്റായി കളിക്കും, അവർ ഇറിറ്റേറ്റ് ചെയ്യും. ആ എതിരാളി ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഫുട്ബോളിലായാലും മറ്റേത് കളിയിലായാലും അയാൾ തോൽക്കും. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം.
ഇത്തവണ സ്പെയിനെ ദേഷ്യം പിടിപ്പിക്കാൻ അവർ കുറേ ശ്രമിച്ചു നോക്കി, പക്ഷേ സ്പെയിൻ അവർ അതിൽ വീണില്ല, ആ ട്രാപ്പിൽ വീണില്ല. ഒരുപാട് ഫൗളുകളുണ്ടായി. അത്തരം ഫൗളുകളുടെ ഒരു തുടർച്ചയായിട്ടാണല്ലോ ഒരു ചുവപ്പ് കാർഡ് പോലും അർജന്റീനയ്ക്ക് കിട്ടുന്നത്. അർജന്റീന ടൂർണമെന്റിൽ ഉടനീളം, അല്ലെങ്കിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്, അർജന്റീനയിലും താരങ്ങളുള്ളപ്പോൾ തന്നെ, മികച്ച താരങ്ങളുള്ളപ്പോൾ തന്നെ അർജന്റീനയുടെ ഡിഫൻഡേഴ്സും ഒരു പരിധിവരെ മിഡ്ഫീൽഡേഴ്സും ഒക്കെ പലതരത്തിലുള്ള കയ്യാങ്കളികൾക്ക് മുതിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ സ്പെയിനിനെതിരെ അവർ പലതരത്തിലുള്ള കയ്യാങ്കളികൾക്ക് മുതിർന്നെങ്കിലും ഒരു തരത്തിലും അത് സ്പെയിനിനെ ഒരു ഇടർച്ച ഉണ്ടാക്കിയില്ല. അതെ, അവർ പ്രകോപനങ്ങളിൽ വീഴാതെ തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ പാസുകൾ കോർത്തിണക്കി മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിച്ചത്. അത് വളരെ വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അർജന്റീനയെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായ ധാരണയോടെയാണ് അവർ കളത്തിലിറങ്ങിയത്. പിന്നെ മറ്റൊരു കാര്യം ഇതാണ്, നമുക്കിത്തവണ ലയണൽ മെസ്സിയെ കളത്തിലധികം കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ അവർ സ്പെയിൻ വളരെ കൃത്യമായി പൂട്ടിക്കളഞ്ഞു. ഒരേ സമയം 3 പേരുടെ മാർക്കിംഗ് മെസ്സിക്ക് ഉണ്ടായിരുന്നു. അതായത് മെസ്സിയിലേക്കുള്ള സപ്ലൈ ചെയിൻ അവർ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം മെസ്സിക്ക് പലപ്പോഴും വെറുതെ നടക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ 3 ഫൈനലുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ താരമായി മെസ്സി മാറി ഇതോടെ, 2014 ഉൾപ്പെടെ. അതെ അതെ അതെ. എന്തായാലും വളരെ നിരാശനായ പുൽത്തകിടിയിൽ മലർന്ന് കിടക്കുന്ന മട്ടിൽ കണ്ട മെസ്സിയെ കണ്ടപ്പോൾ മിക്കവാറും ആരാധകർക്കൊക്കെ സങ്കടം തോന്നിക്കാണും. അദ്ദേഹം ഇങ്ങനെയായിരുന്നില്ല യാത്ര പറയേണ്ടിയിരുന്നെന്ന് ഒട്ടുമിക്ക ആരാധകരും ചിന്തിച്ച് കാണും. അത് വാസ്തവമാണ്. പക്ഷേ മത്സരത്തിൽ അർജന്റീന ഈ വിജയം അർഹിച്ചിരുന്നില്ല എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അതെ, അതിലൊരു തർക്കവുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, മെസ്സി ഈ ലോകകപ്പോടുകൂടി വിരമിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അദ്ദേഹം ഒരുപക്ഷെ നമ്മൾ ഈ തുടർ ദിവസങ്ങളിൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഉടനൊന്നും മെസ്സി വിരമിക്കാൻ സാധ്യതയില്ല എന്നാണ്. അങ്ങനെ ചില സൂചനകളുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വികാരാധീനായി, ഈ ടീമാണ് എനിക്കെല്ലാം, ഞാൻ ചെയ്തതെല്ലാം ടീമിന് വേണ്ടിയാണ്, അപ്പം അദ്ദേഹം ഈ ലോകകപ്പ് നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതോടെ ഈ മതിയാക്കാമെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. ഇനിയൊരു ലോകകപ്പിനില്ല എന്ന് ഈ ലോകകപ്പിൻ്റെ തുടക്കത്തിൽ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല, ലോകകപ്പിൽ ഒരുപക്ഷെ ഉണ്ടായേക്കില്ല, പക്ഷേ രാജ്യാന്തര ടൂർണമെൻറ്റിൽ കളിച്ചേക്കും. അത് കോപ്പ ഒക്കെ വരുന്നുണ്ട്. ഇനിയൊരു ട്രാൻസിഷൻ സമയമാണല്ലോ അർജന്റീനയ്ക്ക്. ഒരുപിടി താരങ്ങൾ മാറേണ്ടി വരും, ചിലപ്പോൾ പരിശീലകൻ തന്നെ മാറിയേക്കും. അങ്ങനെ ഒരു അർജന്റീനയെ കുറച്ചു കാലത്തേക്കെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ മെസ്സിയുടെ സാന്നിധ്യം വളരെയേറെ സഹായിക്കും. മറുവശത്ത് സ്പെയിനിൻ്റെ കാര്യം എടുക്കുമ്പോൾ ലമീൻ യമാൽ ഉൾപ്പെടുന്ന ഒരു പുതിയ തലമുറയുടെ ഒരു ഉദയം നമ്മൾ കാണുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ടെക്നിക്കലി ഏറ്റവും നല്ല ലീഗ് സ്പാനിഷ് ലീഗാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ക്വാളിറ്റി വളരെ വിസിബിളാണ്. അപ്പം അത് റയൽ മാഡ്രിഡിലെയും ബാഴ്സലോണയിലും ഒക്കെയുള്ള താരങ്ങൾ കളിക്കുന്ന ഫുട്ബോൾ വേറൊരു അഴകുള്ള ഫുട്ബോളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി സ്പെയിനിൻ്റെ കളിയിലുണ്ടായിരുന്നു. എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ സ്പാനിഷ് ലീഗിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലായിരുന്നു. ഇടക്കാലത്ത് അത് വളരെയധികം കുറഞ്ഞു പോയി, കാരണം ഇവരെല്ലാം മറ്റ് ലീഗുകളിലേക്ക് മാറിയപ്പോൾ. ഈ സ്പെയിനിൻ്റെ ഈ ലോകകപ്പ് വിജയത്തോടുകൂടി സ്പാനിഷ് ലീഗിന് വീണ്ടും പഴയ ആ ഒരു മാർക്കറ്റ് വാല്യൂ തിരികെ കിട്ടുകയാണ്. അവിടേക്ക് ഇപ്പോൾ തന്നെ മികച്ച താരങ്ങളുണ്ട്. ആ താരങ്ങൾക്കൊപ്പം ഈ ലോകകപ്പിലൂടെ ഉദയം ചെയ്ത പുതിയ താരങ്ങൾ കൂടി വരുമ്പോൾ, ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചെൽസിയിൽ നിന്നും വരുന്ന കുക്കുറയ റയൽ മാഡ്രിഡിലേക്കാണ് വരുന്നത്. ലമീൻ യമാൽ ഉൾപ്പെടെയുള്ളവരവിടെ കളിക്കുന്നു. അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ യൂറോ കപ്പ് ജേതാക്കളായതിനു ശേഷം ലോകകപ്പ് വിജയം എന്ന ആ ഒരു അപൂർവമായൊരു നേട്ടം കൂടി അവർ സ്പെയിൻ സാധിച്ചിരിക്കുന്നു. അടുത്ത ലോകകപ്പ് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ 3 രാജ്യങ്ങളിൽ നടക്കുമ്പോൾ ആതിഥേയരായ സ്പെയിന് വീണ്ടും സാധ്യതയാണ്. അവരുടെ മൈതാനങ്ങളിൽ, അവരുടെ പരിസരങ്ങളിൽ കളി നടക്കും. വിജയസാധ്യത കൂടുതലാണ്. അതെ, ഈ ലോകകപ്പിൻ്റെ തുടക്കത്തിൽ എല്ലാവരും ഒന്ന് ആശങ്കപ്പെട്ടിരുന്നു, പ്രത്യേകിച്ചും കാബോ വെർദയെ പോലൊരു ടീമിനെതിരെ സ്പെയിൻ സമനില പിടിച്ചപ്പോൾ. അന്ന് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് പല പ്രധാന താരങ്ങളെയും കോച്ച് വിശ്രമം കൊടുത്തിട്ട് ഒരു രണ്ടാം നിര ടീമിനെയുമായിട്ടാണ് കളിച്ചത്. പക്ഷെ അത് മാത്രമല്ല, കാബോ വെർദെ എന്തുമാത്രം കരുത്തരാണ് എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള മത്സരങ്ങളിൽ തിരിച്ചറിഞ്ഞു. അതെ, കാബോ വെർദെ ചെറിയ മീനല്ല ആയിരുന്നില്ലല്ലോ. അതെ അതെ. പക്ഷെ എന്തു തന്നെ ആയാലും ശരി, ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് സ്പെയിൻ ലോകകപ്പ് കിരീടം നേടുന്നത്. അർജന്റീന അതിനിടയിൽ ഒരു കളി സമനില, ഈ കാബോ വെർദെക്കെതിരായ മത്സരം സമനിലയിലാവുകയും ചെയ്തു. പക്ഷെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന എല്ലാ മത്സരങ്ങളും വിജയിച്ചെങ്കിലും ഒടുവിൽ ഫൈനലിൽ വന്ന് തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. അർജന്റീനയ്ക്ക് ഇനി മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത്രയും കാലം മെസ്സി അവരുടെ നായകനായി മുന്നിലുണ്ടായിരുന്നു. മെസ്സി ഇല്ലാത്ത അർജന്റീന എന്നതൊരു വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്, വലിയ ചോദ്യചിഹ്നമാണ്. മെസ്സി ആയിരുന്നു അവരുടെ ഒരു യൂണിഫൈങ് ഫാക്ടർ. മെസ്സി ആയിരുന്നു അവരുടെ എല്ലാം. തുടക്കവും അവസാനവും മധ്യവും എല്ലാം മെസ്സിയായിരുന്നു. അവരുടെ തന്ത്രങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും മെസ്സിയായിരുന്നു.
മെസ്സി അർജൻറ്റീനൻ ഫുട്ബോളിൻ്റെ ഒരു മിസിഹായാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം എന്തായിരിക്കും വരുത്തി വെക്കുക എന്നുള്ളത് കണ്ടറിയണം. കാരണം പുതിയ താരങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിലും യൂലിയൻ അൽവാരസ് ഒരു പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ ലോകകപ്പോടുകൂടി ഒരു പ്രതീക്ഷയായി വന്ന താരമാണ്. പക്ഷേ ഈ ലോകകപ്പിൽ അൽവാരസ് പരാജയമായി. ഈ ലോകകപ്പിൽ ഒരു നിർണായകമായ ഒരു ഗോൾ, ബോക്സിന് പുറത്തുനിന്നുള്ള ഒരു ഗോൾ നമ്മൾ മറക്കരുത്. എങ്കിൽ പോലും അൽവാരസിനെ പോലെ ഒരു പ്രതിഭയുള്ളൊരു താരം വേണ്ട രീതിയിൽ ഉണർന്നു കളിക്കാൻ ഈ ലോകകപ്പിൽ സാധിച്ചില്ല. മെസ്സി ലോകകപ്പിൽ ഒരു മത്സരത്തിൽ മെസ്സിയെ പിൻവലിച്ച ശേഷം അർജന്റീന ഒരു നാഥനില്ലാതെ മൈതാനത്ത് അലയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് മെസ്സിയിലേക്കുള്ള എല്ലാ സപ്ലൈ ചെയിനുകളും സ്പെയിൻ കട്ട് ചെയ്തപ്പോൾ അർജന്റീനയ്ക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. അവർക്കൊരു ഗോളിലേക്ക് ഒരു നീക്കം പോലും നടത്താൻ സാധിച്ചില്ല. സ്പെയിനിൻ്റെ അറ്റാക്കിംഗ് ഈ ഫൈനൽ തേർഡിലേക്ക് കടന്നു ചെല്ലാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല. അതിൻ്റെ അർത്ഥം മെസ്സി ഇല്ലാത്ത ഒരു അർജന്റീന ഇനി എത്ര കാലം ഒരു പുതിയ പ്രതിഭകളെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് വരുന്നിടത്തോളം കാലം അർജന്റീന ഇനി ലോക ഫുട്ബോളിൽ എന്താകും എന്നുള്ള ഒരു ചർച്ചാ വിഷയമാണ്. തീർച്ചയായും ഇനിയിപ്പോൾ ഈ ലോകകപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂൺ 11 മുതൽ ആരംഭിച്ച ആ പൂരം കൊടിയിറങ്ങുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഉപചാരം ചൊല്ലി പിരിയും. പക്ഷേ നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ലോകകപ്പിൽ നിന്ന് ഫിഫയ്ക്ക് കിട്ടിയ വരുമാനം $15 ബില്യൺ. അപ്പോൾ അത് 48 ടീമുകളായി വർദ്ധിച്ചതിനെ തുടർന്നുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ അതുകൊണ്ടാകണം അടുത്ത ലോകകപ്പിൽ കൂടുതൽ ടീമുകൾ വേണമെന്ന് ഫിഫ ആഗ്രഹിക്കുന്നതും അത് ഇന്ത്യയെ പോലെയുള്ള ഈ ലോകകപ്പിൻ്റെ പരിസരത്തേക്ക് അടുക്കാൻ കഴിയാത്ത ചെറിയ ടീമുകൾക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നതും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ചർച്ചയ്ക്കും നമ്മൾ വിദേശ രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ലീഗുകളെക്കുറിച്ചും വാചാലരാകുന്നു. ഇന്ത്യയിലെ ലീഗുകളിലേക്കും ഇന്ത്യയിലെ ഫുട്ബോളിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾക്കൊന്നും പറയാനുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലതായി ഒന്നും പറയാനുണ്ടാവില്ല. ഇനി ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടാണെങ്കിലും ഇന്ത്യയും ലോകകപ്പ് കളിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. തീർച്ചയായും ഞാനത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം മറ്റ് വാർത്തകളുടെ പിന്നാലെ പോകാതെ ലോകം പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഈ പന്തിന് പിന്നാലെയായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമാണ് ഈ കളിയെ ഈ നാട്ടുകാർക്ക്. പക്ഷേ സ്വന്തം ടീമിനെ ലോകകപ്പിൽ കാണാൻ ഭാഗ്യമില്ലാത്ത ഒരു ജനതയായി നമ്മൾ തുടരുകയാണ് കാലങ്ങളായിട്ട്. അതിനൊരു മാറ്റം ഈ അടുത്ത ലോകകപ്പോ അല്ലെ അതിനടുത്ത ലോകകപ്പിലോ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ, ഷമീർ പറഞ്ഞതിനോട് ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തുടർച്ചയായി വൻ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും അതൊന്നും അത്രയധികം വലിയ ചർച്ചയാകാതെ പോയത് ഈ ലോകകപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇനിയിപ്പോൾ ലോകകപ്പിൽ ഇന്ത്യ കളിക്കുന്നത് മാത്രമല്ല, ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ ഒന്ന് ഉണർന്ന് കളിക്കൂടി വേണം. നമ്മളെല്ലാവരും തിരികെ വീണ്ടും ക്രിക്കറ്റിലേക്കും പഴയ ആവേശങ്ങളിലേക്കും മടങ്ങിപ്പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം.